നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. പ്രതികളിൽ നിന്നും എയർഗണ്ണും കണ്ടെത്തി. പറപ്പൂക്കര സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 10ാം ഞാറ്റുവേല മഹോത്സവം ജൂൺ 29, 30, ജൂലൈ 1 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാതയിൽ മണലി എറവക്കാട് റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ സദസ്സ് ചേർന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. പ്രതികളിൽ നിന്നും എയർഗണ്ണും കണ്ടെത്തി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്ര കോഫി ഹൌസിന് മുന്നിൽ കാറിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. 30 ഗ്രാം കഞ്ചാവ്, എയർ പിസ്റ്റൽ, കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ, കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ, കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവയാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന 4 യുവാക്കളെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ മാണിക്യത്തൊടി സ്വദേശി ആകർഷ്, പാവറട്ടി ഇടീഞ്ചിറ സ്വദേശി റംഷീഖ്, ഗുരുവായൂർ സ്വദേശി ഫാസിൽ, കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കാർ മാർഗം കഞ്ചാവും MDMAയും കടത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ചെമ്പൂത്ര കോഫി ഹൌസിന് മുൻപിൽ യുവാക്കൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത്. കോഫി ഹൌസിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്ന 4 പ്രതികളെ പോലീസ് പിടികൂടി. പോലീസിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ചുവരുത്തി കാറിന്റെ പാർട്സുകൾ അഴിച്ചുമാറ്റി നടത്തിയ തിരച്ചിലിലാണ് കഞ്ചാവും തോക്കും കണ്ടെത്തിയത്. MDMA ഉപയോഗിച്ചതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. പറപ്പൂക്കര സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 10ാം ഞാറ്റുവേല മഹോത്സവം ജൂൺ 29, 30, ജൂലൈ 1 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 29-ന് രാവിലെ 9:30 നെല്ലായിൽ സൊസൈറ്റി ഓഫീസ് പരിസരത്ത് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ഞാറ്റുവേല ഉത്സവത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷനും സൌജന്യ വിത്ത് വിതരണവും KK രാമചന്ദ്രൻ MLAയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉപഹാര വിതരണം പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപും നിർവഹിക്കും. 30-ന് തൃശൂർ ഐ വിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് TJ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങുകളിൽ സൊസൈറ്റി പ്രസിഡന്റ് R. നാരായണൻകുട്ടി അധ്യക്ഷനാകും. പറപ്പൂക്കര റൂറൽ ബാങ്ക് പ്രസിഡന്റ് PK പ്രസാദ്, സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് R. നാരായണൻകുട്ടി, ഭരണസമിതി അംഗം ചന്ദ്രൻ ചിറ്റെഴുത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആഭിമുഖ്യത്തിലാണ് 10ാം ഞാറ്റുവേല മഹോത്സവവും നേത്രപരിശോധന ക്യാമ്പും പ്രതിഭകൾക്കുള്ള ആദരവും നൽകുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അവർ. ദേശീയപാതയിൽ മണലി എറവക്കാട് റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ബൊലേറയും ജീപ്പും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. എറവക്കാട് ഭാഗത്തേക്ക് തിരിഞ്ഞ ബലോറയ്ക്ക് പിന്നിൽ ജീപ്പും കാറും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൊലേറോ പാടത്തേക്ക് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 11:30-ക്കാണ് അപകടം. കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ വായനാ സദസ്സ് ചേർന്നു. കവി ഡോക്ടർ C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ED ഡേവിസ്, VV പരമേശ്വരൻ, P. തങ്കം, KO പുറിഞ്ചു, KM ശിവരാമൻ, KV രാമകൃഷ്ണൻ, TS സുബ്രഹ്മണ്യൻ, TA വേലായുധൻ, ഫ്രാങ്കോ G. മഞ്ഞളി എന്നിവർ സംസാരിച്ചു. ഒരു അരമണിക്കൂർ TV നോക്കാനിരിക്കുമ്പോൾ
നമുക്കൊരു സംഭ്രമം ഉണ്ടാവും. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അത്ര സംഭ്രമജനകമായി ഓരോ വാർത്തയും അവതരിപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് ചോദ്യമുണ്ട്. നമ്മൾ സദായും നമ്മൾ മനസ്സിലാക്കുന്നു ഇതിന് അപകടം സംഭവിക്കുന്നു, ഇതിന് നിയമങ്ങൾ വരുന്നു, ക്യാബിനറ്റ് ചേർന്ന് ഇത് തീരുമാനിക്കുന്നു. എന്തിനാണ് എടുത്ത ലോട്ടറിക്ക് അടിച്ചു അറിയാൻ. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. കൊടകര പോലീസ് SHO കെ റഫീഖ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത, PTA പ്രസിഡന്റ് VR രഞ്ജിത്ത്, സിസ്റ്റർ സ്റ്റെഫി എന്നിവർ സംസാരിച്ചു. വളരെ സുന്ദരമായ കുറെ ആശയങ്ങൾ ഇതിനോട് നടന്ന പ്രസംഗങ്ങളിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവതരിപ്പിച്ച പരിപാടികളും നിങ്ങൾ വീക്ഷിച്ചിട്ടുണ്ടാവും. ലഹരി വിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ആളൂർ RMHSSലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ മൂകാഭിനയവും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായാണ് ലഹരി വിരുദ്ധ അസംബ്ലിയും മൂകാഭിനയവും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട പിങ്ക് പോലീസ് സീമ KR ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ TJ ലെയ്സൺ, PTA പ്രസിഡന്റ് രാജീവ് MB, MPTA പ്രസിഡന്റ് ലൗലി ജോർജ്, പിങ്ക് പോലീസ് സാവിത്രി PC, അധ്യാപികയായ ശ്രുതി KR, ജൂബി മാത്യു എന്നിവർ പങ്കെടുത്തു. കൂട്ടുകാരായാലും ആരായാലും തന്നെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതിയാണ്. അതെന്താണ്, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അതിൽ നിന്നും പിന്മാറി വരാനായിട്ട് നമുക്ക് പറ്റാത്തൊരവസ്ഥ വരും. ഇതിനെ കൂടുതൽ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാടൻ ഭക്ഷ്യമേളയാണ് നടത്തിയത്. ഹെഡ്മിസ്റ്റേഴ്സ് മാലിനി MP ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. നാടൻ വിഭവങ്ങളായ കുമ്പിളപ്പം, കപ്പയും ചമ്മന്തിയും, അവലുണ്ട, പഴംപൊരി, അരിയുണ്ട, ഇലയട, കൊഴുക്കട്ട തുടങ്ങി വിവിധ നാടൻ ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു ഭക്ഷ്യമേള. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഒരാൾക്ക് പരിക്ക്. ചൌക്ക സ്വദേശി 24 വയസ്സുള്ള നിവേദാണ് മരിച്ചത്. പരിക്കേറ്റ പാലക്കാട് സ്വദേശി രാഹുലിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി എലിഞ്ഞിപ്ര കനാൽ പാലത്തിനു സമീപം കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ നിവേദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗം ജൂൺ 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ഭരണസമിതി പ്രസിഡന്റ് T നിർമ്മൽ അധ്യക്ഷനാകും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. പ്രതികളിൽ നിന്നും എയർഗണ്ണും കണ്ടെത്തി. പറപ്പൂക്കര സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 10ാം ഞാറ്റുവേല മഹോത്സവം ജൂൺ 29, 30, ജൂലൈ 1 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ദേശീയപാതയിൽ മണലി എറവക്കാട് റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ സദസ്സ് ചേർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.